ഗവൺമെൻറ് IT മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റുബീന AS, ജൂനിയർ ഇൻസ്ട്രക്ടർ സർവേയർ. ഇന്ന് ടാക്യോമെട്രിക് സർവേയാണ് ഈ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. Tachyometry, it is a branch of surveying in which horizontal and vertical distance are determined by angular observation. It is usually used in hilly and rough terrain, where direct chaining and leveling are either very difficult or not possible. ടാക്യോമെട്രി അല്ലെങ്കിൽ ടാക്യോമെട്രിക് സർവേ എന്ന് പറയുന്ന സർവേയുടെ ബ്രാഞ്ചിൽ നമ്മൾ ചെയ്യുന്നത് ആംഗുലർ ഒബ്സർവേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ഡിസ്റ്റൻസും ഇൻഡയറക്റ്റായി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. ആംഗുലർ ഒബ്സർവേഷനാണ് എടുക്കുന്നത്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസോ വെർട്ടിക്കൽ ഡിസ്റ്റൻസോ എടുക്കുന്നില്ല. ഇൻഡയറക്റ്റ് ആയാണ് വെർട്ടിക്കൽ ഡിസ്റ്റൻസും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും ഡിറൈവ് ചെയ്യുന്നത്. ഇത് മെയിനായി ഹില്ലി ടെറൈനിലും റഫ് ടെറൈനിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഡയറക്റ്റ് ചെയിനിങ് അതുപോലെ ഡയറക്റ്റ് ലെവലിങ് പോസിബിൾ അല്ലാത്ത കേസിലും അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായി വരുന്ന കേസിലും നമ്മൾ വെറും ആംഗുലാർ ഒബ്സർവേഷൻ എടുത്തുകൊണ്ട് വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇൻഡയറക്റ്റായി കാണുന്നു. ഈ ബ്രാഞ്ചിനെയാണ് ടാക്യോമെട്രി അല്ലെങ്കിൽ ടാക്യോമെട്രിക് സർവേയിങ് എന്ന് പറയുന്നത്. സോ ഇൻസ്ട്രുമെൻറ്റ് ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ടാക്യോമീറ്റർ, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ തിയോളൈറ്റ് പ്രൊവൈഡഡ് വിത്ത് സ്റ്റേഡിയ വയേഴ്സ്. The diaphragm of a theodolite consisting of two additional hair equidistant from the center hair, one above and other below. ടാക്യോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിയോളൈറ്റ് തന്നെയാണ്. അഡീഷണലായി 2 സ്റ്റേഡിയ വയർ ഉണ്ടായിരിക്കും. നമുക്കറിയാം ഒബ്സർവേഷൻ ഒരു ഒബ്ജക്റ്റിനെ സൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി തിയോളൈറ്റിൽ സെൻറ്റർ ഹെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ സെൻറ്റർ ഹെയറിനോടൊപ്പം ഈക്വൽ ഡിസ്റ്റൻസിൽ ടോപ്പിലും ബോട്ടത്തിലും ഓരോ ഹെയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് 2 അഡീഷണൽ ഹെയർ ഉണ്ടെങ്കിൽ അതിന് സ്റ്റേഡിയ ഹെയർ അല്ലെങ്കിൽ സ്റ്റേഡിയ വയേഴ്സ് എന്ന് പറയും. ഈ എക്സ്ട്രാ ഹെയർ ഉണ്ടെങ്കിൽ നമുക്ക് തിയോളൈറ്റ് തന്നെയാണ് നമ്മൾ ടാക്യോമീറ്റർ എന്ന് പറയുന്നത്. എക്സ്ട്രാ അപ്പറിലും ലോവറിലും ഈക്വൽ ഡിസ്റ്റൻസിൽ 2 അഡീഷണൽ ഹെയർ ഉള്ള തിയോളൈറ്റ് തന്നെയാണ് ടാക്യോമീറ്റർ എന്ന് പറയുന്നത്. ഇവിടെ ഫിഗറിൽ 3 തരത്തിൽ ടാക്യോമീറ്ററിൽ കാണുന്ന ഡയഫ്രത്തിൻ്റെ വ്യൂ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സിംഗിളായി 2 ഹൊറിസോണൽ വെർട്ടിക്കൽ, അതിന് ഇക്വി ഡിസ്റ്റൻസായി ഹൊറിസോണലിലെ 2 കട്ട് യെലോയിൽ കാണിച്ചിരിക്കുന്നത്, അതൊരു മോഡൽ. ഈ 3 മോഡലിലും നമുക്ക് ടാക്യോമീറ്ററിൻ്റെ ഡയഫ്രം കാണാം. ഈക്വൽ ഡിസ്റ്റൻസിലുള്ള അഡീഷണൽ ഹെയർ ആണ് യെല്ലോ കളറിലും റെഡ് കളറിലും കൊടുത്തിരിക്കുന്നത്. സ്റ്റേഡിയ റോഡ്, it is a staff which is longer than ordinary leveling staff. As length of sight is more than 100 meter, the rod specially designed graduated. These rods are also 4 meter long and graduations are bold and clear. The least count of this staff is 0.001 meter. For short distance, ordinary leveling staff is used for taking staff reading. സ്റ്റേഡിയ റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഡിനറി ലെവലിംഗ് സ്റ്റാഫിനെ പോലെ തന്നെയാണ്. അതിനെക്കാട്ടി കുറച്ചുകൂടി ലെങ്ത്ത് കൂടിയ സ്റ്റാഫായിരിക്കും സ്റ്റേഡിയ റോഡ്. ലെങ്ത് ഓഫ് സൈറ്റ് 100 മീറ്ററിൽ കൂടുതലാണെങ്കിൽ റോഡ് സ്പെസിഫിക്കലായിട്ട് അതിനെ ഡിസൈൻ ചെയ്ത് ഗ്രാജുവേറ്റ് ചെയ്തിരിക്കും. 4 മീറ്റർ ലെങ്ത് ആയിരിക്കും. അതുപോലെ തന്നെ ഗ്രാജുവേഷൻ ബോൾഡും ക്ലിയറുമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 0.001 മീറ്റർ ആയിരിക്കും. ഷോർട്ട് ഡിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് ഒരു ഓർഡിനറി ലെവലിംഗ് സ്റ്റാഫ് തന്നെ സ്റ്റാഫ് റീഡിംഗ് എടുക്കാൻ വേണ്ടി സ്റ്റേഡിയ റോഡായി ഉപയോഗിക്കാം. പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്യോമെട്രി, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി പ്രോപ്പർട്ടി ഓഫ് ഐസോസെലസ് ട്രയാങ്കിൾ that the ratio of the distance of the base from the apex and the length of the base is always a constant. നമുക്കറിയാം ഇവിടെ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിരിക്കുന്നത് O ഡാഷ് എന്ന പോയിന്റിലാണ്. ABC എന്ന 3 പോയിന്റിൽ നമ്മൾ സ്റ്റേഡിയ റോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് എയുടെ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഫസ്റ്റ് പോയിന്റ് എയുടെ ഡിസ്റ്റൻസ് D1ഉം സെക്കൻഡ് സ്റ്റേഷൻ ബിയുടെ ഡിസ്റ്റൻസ് D2ഉം തേർഡ് സ്റ്റേഷൻ സിയുടെ ഡിസ്റ്റൻസ് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് D3യുമാണ്. അതുപോലെ തന്നെ നമ്മൾ 2 ഹെയർ റീഡിംഗ് ആണ് എടുക്കുന്നത്, അപ്പർ ഹെയർ റീഡിങ്ങും ലോവർ ഹെയർ റീഡിങ്ങും. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അതിൻ്റെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് S1, S2, S3 എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ട്രയാങ്കിൾ O ഡാഷ് A ഡാഷ് A, സ്മോൾ A ഡാഷ് A, അതുപോലെ O ഡാഷ് സ്മോൾ B ഡാഷ് B, O ഡാഷ് സ്മോൾ C ഡാഷ് C പരിഗണിച്ച് കഴിഞ്ഞാൽ ഇത് 3ഉം ഐസോസെലസ് ട്രയാങ്കിളാണ്. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ പ്രീവിയസ് സ്ലൈഡിലെ ഫിഗർ പ്രകാരം ട്രയാങ്കിൾ O ഡാഷ് A ഡാഷ് A, O ഡാഷ് B ഡാഷ് B, O ഡാഷ് C ഡാഷ് C എന്നത് ഐസോസെലസ് ട്രയാങ്കിളാണ്. സോ അക്കോർഡിംഗ് ടു ദി സ്റ്റേറ്റഡ് പ്രിൻസിപ്പിൾ,
d1 by s1 equal to d2 by s2 equal to d3 by s3, that is equal to f by I. It is a constant. F by I is a constant known as multiplying constant, where f is the focal length of the object and I is the stereo intercept. നമുക്കറിയാം ഐസോസസ് ട്രയാങ്കിളുടെ പ്രോപ്പർട്ടിയാണ് ഐസോസസ് സിമിലർ ട്രയാങ്കിളുടെ പ്രോപ്പർട്ടി d1 by s1 ഈക്വൽ ടു d2 by s2 ഈക്വൽ ടു d3 by s3 ആണ്. അതും ഫോക്കസിങ് ലെങ്ത് ഡിവൈഡഡ് ബൈ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് തമ്മിൽ കിട്ടുമ്പോൾ ആ ഒരു കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് കിട്ടും. ഇത് ടാക്യോമെട്രിയുടെ ബേസിക് പ്രിൻസിപ്പിളാണ്. അവിടെ എഫ് ബൈ ഐ എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കോൺസ്റ്റൻ്റ് ആണ്. Method of tachyometry. It is involving two methods. First, Sterdia method. Second, tangential method. First, the Sterdia method. In this method, the diaphragm of the tachyometer is provided with the two hair, that is upper and lower hair. By looking through the telescope, we get the Sterdia hair reading. The difference of this reading is giving the staff intercept. And by the equation d equal to f by I s plus f plus d, we can find the horizontal distance indirectly. The Sterdia hair method are two types. First, fixed hair method. Second, mobile hair method. ടാക്യോമെട്രിയുടെ രണ്ട് മെത്തേഡുകളാണ് മെയിനായി ഡിസ്കസ് ചെയ്യുന്നത്, മെയിനായി പഠിക്കുന്നത്. ഫസ്റ്റ് സ്റ്റേഡിയ മെത്തേഡ്, സെക്കൻഡ് ടാൻജൻഷ്യൽ മെത്തേഡ്. അതിൽ സ്റ്റേഡിയ മെത്തേഡ് എന്താണ് പറഞ്ഞാൽ ടാക്യോമീറ്ററിൽ രണ്ട് അഡീഷണൽ ഹെയർ ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ അപ്പർ ഹെയറും ലോവർ ഹെയറും. നമ്മൾ ടെലിസ്കോപ്പിലൂടെ ഒരു സ്റ്റാഫിനെ നോക്കുന്ന സമയത്ത് അപ്പർ ഹെയർ റീഡിങ്ങും ലോവർ ഹെയർ റീഡിങ്ങും രണ്ടും എടുക്കും. ഈ രണ്ട് റീഡിങ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കും. ഇതിനെയാണ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റിനെ എസ് എന്ന് ഡിനോട്ട് ചെയ്താൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി ഇൻഡയറക്റ്റ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ നമുക്കത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇക്വേഷൻ ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി ആണ്. നമ്മൾ നേരത്തെ എഫ് ബൈ ഐ ഈസ് എ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു. ഇവിടെ എഫ് പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എഡിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. സോ ഇക്വേഷൻ നമുക്ക് സ്റ്റേഡിയ മെത്തേഡിൻ്റെ ഡിറൈവ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ വിശദമായി രണ്ട് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത് പഠിക്കാനുണ്ട്. സോ ഇവിടെ ജസ്റ്റ് ബ്രീഫായി ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി എന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേഡിയ മെത്തേഡിൽ സ്റ്റേഡിയ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ച് ഇൻഡയറക്റ്റായി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്, ഫിക്സഡ് ഹെയർ മെത്തേഡ് അതുപോലെ മൂവബിൾ ഹെയർ മെത്തേഡ്. തിയറി ഓഫ് സ്റ്റേഡിയ ടാക്യോമെട്രി. തിയറി ഓഫ് സ്റ്റേഡിയ ടാക്യോമെട്രി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഫിഗറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒ ഈസ് എൻ ഒപ്റ്റിക്കൽ സെൻറ്റർ ഓഫ് ദി ഒബ്ജക്റ്റ് ഗ്ലാസ്. നമ്മൾ 3 റീഡിംഗ് ആണ് ഇവിടെ എടുക്കുന്നത്. ടോപ്പ് ഹെയർ റീഡിംഗ്, സെൻട്രൽ ഹെയർ റീഡിംഗ് ആൻഡ് ബോട്ടം ഹെയർ റീഡിംഗ്. ടോപ്പ് ഹെയർ റീഡിങ്ങും ബോട്ടം ഹെയർ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് അതിൻ്റെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എസ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ എസ് ഈസ് ഈക്വൽ ടു സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. Small I is a length of an image. F is a focus. Capital B is a vertical axis of the instrument. Small f is a focal length of the object glass. D, small d is a distance between the optical center and vertical axis of the instrument. U equal to distance between the optical center and staff. V is a distance between the optical center and image. നമുക്കിവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ഫ്രം ദി വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ടു ദി സ്റ്റാഫാണ്, ക്യാപിറ്റൽ ഡി ആണ് കണ്ടുപിടിക്കുന്നത്. അതിനുവേണ്ടി ഫ്രം ദി സിമിലർ ട്രയാങ്കിൾ വി ഹാവ്, ഇവിടെ രണ്ട് സിമിലർ ട്രയാങ്കിൾ എടുക്കുക, ഒ സി സി ഡാഷ് ആൻഡ് ഒ എ എ ഡാഷ്. ഈ രണ്ട് സിമിലർ ട്രയാങ്കിൾ പരിഗണിച്ചാൽ നമുക്കറിയാം സിമിലർ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി പ്രകാരം ഐ ബൈ എസ് ഈസ് ഈക്വൽ ടു വി ബൈ യു. അതിൽ നിന്ന് വി ഈക്വൽ ടു ഐ യു ബൈ എസ്. ഇത് ഇക്വേഷൻ 1 ആയി കൺസിഡർ ചെയ്യുക. ഫ്രം ദി പ്രോപ്പർട്ടി ഓഫ് ദി ലെൻസസ് വി ഹാവ് 1 ബൈ വി പ്ലസ് 1 ബൈ യു ഈക്വൽ ടു 1 ബൈ എഫ്. ലെൻസിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. 1 ബൈ എന്ന് പറയുന്നത് സ്റ്റാഫിൻ്റെ ഡിസ്റ്റൻസ് ആണ് ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന്. 1 ബൈ വി പ്ലസ് 1 ബൈ യു, യു എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ് ഒപ്റ്റിക്കൽ സെൻറ്ററിൽ നിന്ന്, ഈക്വൽ ടു 1 ബൈ എഫ്. ഫോക്കൽ ഡിസ്റ്റൻസ് ആണ് എഫ് എന്ന് പറയുന്നത്. സോ 1 ബൈ വി പ്ലസ് 1 ബൈ യു പ്ലസ് 1 ബൈ എഫ് എന്നുള്ള ഇക്വേഷൻ ലെൻസിൻ്റെ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടിയുടെ ഇക്വേഷനാണ്. അതിൽ വി എന്ന വാല്യൂ നമുക്ക് ഫസ്റ്റ് ഇക്വേഷനിൽ കിട്ടിയ വി ഈക്വൽ ടു ഐ യു ബൈ എസ് എന്ന് മാറ്റി എഴുതാം. സോ പുട്ടിംഗ് ദി വാല്യൂ ഓഫ് വി ഇൻ ദി ഇക്വേഷൻ 2 വി ഗെറ്റ് 1 by I u by s plus 1 by u equal to 1 by f.
അതൊന്നുകൂടി മാറ്റി എഴുതിയാൽ എസ് ഡിവൈഡഡ് ബൈ ഐ യു പ്ലസ് 1/u ഈക്വൽ ടു 1/f എന്ന് കിട്ടും. നമുക്കറിയാം ക്യാപിറ്റൽ ഡി ആണ് നമുക്ക് കാണേണ്ടത്, ടോട്ടൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദി വെർട്ടിക്കൽ ആക്സിസ്. സോ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു യു പ്ലസ് ഡി എന്ന് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡി ഡിറൈവ് ചെയ്യുമ്പോൾ സ്റ്റേഡിയ ടാക്യോമെട്രിയുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ കിട്ടും. ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി. ഇതാണ് സ്റ്റേഡിയ ടാക്യോമെട്രി ത്രൂ ഔട്ട് യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. ദ ക്വാണ്ടിറ്റി എഫ് ബൈ ഐ ആൻഡ് എഫ് പ്ലസ് ഡി ഈസ് നോൺ ആസ് ടാക്യോമെട്രിക് കോൺസ്റ്റൻറ്റ്. ഈ എഫ് ബൈ ഐ എന്നും എഫ് പ്ലസ് ഡി എന്നും കൊടുത്തിരിക്കുന്ന രണ്ട് വാല്യൂകളെയാണ് നമ്മൾ ടാക്യോമെട്രിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. എഫ് ബൈ ഐ ഈസ് കോൾഡ് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് ആൻഡ് എഫ് പ്ലസ് ഡി ഈസ് കോൾഡ് അഡിറ്റീവ് കോൺസ്റ്റൻറ്റ്. എഫ് ബൈ ഐ മൾട്ടിപ്പിൾ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റും എഫ് പ്ലസ് ഡി അഡിറ്റീവ് കോൺസ്റ്റൻറ്റുമാണ്. By using analytical lens in telescope, the multiply constant is made 100 and additive constant is made 0. ഇതൊരു സ്പെഷ്യൽ കേസാണ്. നമ്മൾ ഈ ടെലിസ്കോപ്പിൽ അനലിറ്റിക്കൽ ലെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എഫ് ബൈ ഐ എന്ന മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് 100 ആയി ഫിക്സ് ചെയ്യുന്നു അനലിറ്റിക്കൽ യൂസ് ചെയ്യുന്ന സമയത്ത്, ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ എഡിറ്റീവ് കോൺസ്റ്റൻറ്റ് എഫ് പ്ലസ് ഡി 0 ആയി മാറുന്നു അനലിറ്റിക്കൽ ലെൻസ് യൂസ് ചെയ്യുന്ന സമയത്ത്. സോ എഫ് ബൈ ഐ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റും എഫ് പ്ലസ് ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റീവ് കോൺസ്റ്റൻറ്റുമാണ്. സ്റ്റേഡിയ ടാക്യോമെട്രിയുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷനാണ് ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി എന്നുള്ളത്. ഡിറ്റർമിനേഷൻ ഓഫ് എ സ്റ്റേഡിയ കോൺസ്റ്റൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേഡിയ ടാക്യോമെട്രിയിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്നാൽ ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി ആണ്. അതിൽ എഫ് ബൈ ഐ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റും എഫ് പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എഡിറ്റീവ് കോൺസ്റ്റൻറ്റുമാണ്. സോ ഈ എഫ് ബൈ ഐ ആൻഡ് എഫ് പ്ലസ് ഡി എന്ന രണ്ട് സ്റ്റേഡിയ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്ന രീതിയാണ്. There are two ways to finding the സ്റ്റേഡിയ constant. First, laboratory measurement. Second, field measurement. Laboratory measurement എടുത്ത് ലബോറട്ടറി കൊണ്ടുപോയി മെഷർമെൻ്റ് എടുത്ത് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഫീൽഡിൽ സർട്ടൻ ഒബ്സർവേഷൻ ചെയ്തിട്ടും ചെയ്യാം. ഫസ്റ്റ്, ലബോറട്ടറി മെഷർമെൻറ്റ്. ഇൻ ദിസ് മെത്തേഡ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എഫ് ഓഫ് ദ ലെൻസ് ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ മീൻസ് ഓഫ് എൻ ഒപ്റ്റിക്കൽ ബെൻസ് ബൈ ദ ഫോർമുല 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f. നമുക്കറിയാം, നമ്മൾ +2 ഫിസിക്സ് ലാബിൽ പഠിച്ചിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് കാണാൻ വേണ്ടി ഒരു ഒപ്റ്റിക്കൽ ബെഞ്ച് ഉപയോഗിച്ച് ലെൻസ് ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഡിസ്റ്റൻസ് വി ഡിസ്റ്റൻസും യു ഡിസ്റ്റൻസും വേരി ചെയ്ത് 2-3 പ്രാവശ്യം നമ്മൾ വിയും യുവും എടുക്കുക. അതിൽ നിന്ന് നമുക്ക് ഫോക്കൽ ലെങ്ത് 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഒരു ഒപ്റ്റിക്കൽ ബെഞ്ച് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. Then in this method, the സ്റ്റേഡിയ intercept I can be measured from the diaphragm with the help of a Vernier caliper. ഒരു വെർണർ കാലിപ്പർ ഉപയോഗിച്ച് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ഐയുടെ വാല്യൂ മെഷർ ചെയ്യാം. ദ ഡിസ്റ്റൻസ് ഡി ബിറ്റ്വീൻ ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ആൻഡ് ദ വെർട്ടിക്കൽ ആക്സിസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ഓൾസോ ബി മെഷേർഡ്. അതുപോലെ സ്മോൾ ഡി എന്നുള്ള വാല്യൂ ഒപ്റ്റിക്കൽ സെൻറ്ററും അതുപോലെ വെർട്ടിക്കൽ ആക്സിസും നമ്മളുടെ ഡിസ്റ്റൻസും മെഷർ ചെയ്യാൻ പറ്റും. ഇൻ ദിസ് മെത്തേഡ് നമുക്ക് ഇൻ ദി മാനർ ദി മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് ആൻഡ് എഡിറ്റീവ് കോൺസ്റ്റൻറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. നമുക്കറിയാം മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ബൈ ഐയും എഡിറ്റീവ് കോൺസ്റ്റൻറ്റ് എഫ് പ്ലസ് ഡിയുമാണ്. നമ്മൾ 3 വാല്യൂ കണ്ടുപിടിച്ചു. എഫ് വാല്യൂ, ഐ വാല്യൂ ആൻഡ് ഡി വാല്യൂ 3 നമുക്ക് ലബോറട്ടറിയിൽ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞു. എഫ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് ഒപ്റ്റിക്കൽ ബെഞ്ച് ഉപയോഗിച്ചാണ് ബൈ യൂസിങ് ദി ഇക്വേഷൻ 1/v പ്ലസ് 1/u ഈക്വൽ ടു 1/f എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിച്ചു. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് വെർനിയർ കാലിപ്പർ ഉപയോഗിച്ച് നമ്മൾ മെഷർ ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മൾ സ്മോൾ ഡി ഡിസ്റ്റൻസ് ഫ്രം ദി ഒപ്റ്റിക്കൽ സെൻറ്റർ ടു ദി വെർട്ടിക്കൽ ആക്സിസും നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. ഈ 3 വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ എഫ് ബൈ ഐ ഫോക്കൽ ലെങ്ത് ഡിവൈഡ് ബൈ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കുക. ഇതാണ് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ്. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് പ്ലസ് ദി ഡിസ്റ്റൻസ് സ്മോൾ ഡിസ്റ്റൻസ് ഡി ആഡ് ചെയ്തിട്ടുണ്ട് അഡിറ്റീവ് കോൺസ്റ്റൻറ്റും കണ്ടുപിടിക്കാം. സെക്കൻഡ് മെത്തേഡ് ഫീൽഡ് മെഷർമെൻറ്റ്സ്. ഫീൽഡിൽ നമ്മൾ സർട്ടൻ ഒബ്സർവേഷൻ എടുത്തിട്ട് സ്റ്റേഡിയ കോൺസ്റ്റൻറ്റ് കാണുന്ന മെത്തേഡാണ് ഫീൽഡ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഒ എന്ന സ്റ്റേഷൻ പോയിന്റിൽ ഫിഗർ പ്രകാരം ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്തിട്ട് എ ബി സി എന്ന 3 നോൺ ഡിസ്റ്റൻസ് നമുക്ക് അറിയാവുന്നൊരു ഡിസ്റ്റൻസിൽ നമ്മൾ പെഗ് ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് സ്റ്റാഫ് റീഡിംഗ് എടുക്കുക, സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എടുക്കുക. അതിനെ S1, S2, S3 എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ ഇൻസ്ട്രുമെൻറ്റ് പോയിൻറ്റും ഫസ്റ്റ് പോയിൻ്റ് എ തമ്മിലുള്ള ഡിസ്റ്റൻസ് D1 എന്നും ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനും സെക്കൻഡ് പോയിൻ്റ് ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് D2 എന്നും ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനും തേർഡ് പോയിൻ്റ് സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് D3 എന്നും ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സെറ്റപ്പ് ദി ഇൻസ്ട്രുമെൻ്റ് അറ്റ് O,
പെഗ് ആർ ഫിക്സഡ് അറ്റ് നോൺ ഡിസ്റ്റൻസ് എപ്പാർട്ട്. ഇൻസ്ട്രുമെൻറ്റ് ഓയിൽ ഫിക്സ് ചെയ്യുക, അതിനുശേഷം സെൻറ്റർ ചെയ്യുക, ലെവൽ ചെയ്യുക, ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അറിയുന്ന 3 നോൺ ഡിസ്റ്റൻസിൽ 3 പെഗ് ഫിക്സ് ചെയ്യുക. ആ പെഗിൻ്റെ പൊസിഷൻ എ ബി സി എന്നാണ് ഫിഗർ പ്രകാരം. നമുക്ക് അറിയുന്ന ഡിസ്റ്റൻസ് ആയതുകൊണ്ട് ഇൻസ്ട്രുമെൻറ്റും എ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് D1, അതുപോലെ ഇൻസ്ട്രുമെൻറ്റും ബി പോയിൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D2, ഇൻസ്ട്രുമെൻറ്റും സി പോയിൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് D3 എന്നിവ മെഷർ ചെയ്ത് വെക്കുക. സോ D1, D2, D3 എന്ന വാല്യൂ, S1, S2, S3 എന്ന വാല്യൂ നമ്മൾ മെഷർ ചെയ്ത് കണ്ടുപിടിക്കുക ഫീൽഡിൽ നിന്ന്. സെക്കൻഡ്, ദി സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് Stadia hair reading are noted at each of this peg. Let us the staff intercept be S1, S2, S3, etc. Third, by substituting the value of the staff intercept S to the non-distance of the equation D equal to F by I S plus F plus D, we get the number of equations. നമുക്കറിയാം സ്റ്റേഡിയ ടാക്യോമെട്രിയുടെ ഇക്വേഷൻ D ഈക്വൽ ടു F by I S plus F plus D ആണ്. നമ്മൾ ഓരോ സ്റ്റേഷൻ പോയിൻ്റ്, ഓരോ പൊസിഷനിൽ നിന്നും ഫസ്റ്റ് എ ബി സി എന്ന 3 പൊസിഷനിൽ നിന്നും 3 സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് മെഷർ ചെയ്തിട്ടുണ്ട്. S1, S2, S3. അതുപോലെ 3 പോയിന്റിലേക്കും ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് D1, D2, D3 എന്ന് മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വാല്യൂ D1 വാല്യൂ, S1 വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇക്വേഷൻ നമുക്ക് നമ്പർ ഓഫ് ഇക്വേഷൻസ് കിട്ടും. D1 ഈക്വൽ ടു F by I S1 പ്ലസ് F പ്ലസ് D. D1 വാല്യൂ നമുക്കറിയാം, S1 വാല്യൂ അറിയാം, അത് ഒരു ഇക്വേഷനായി പരിഗണിക്കാം. ദെൻ D2 ഈക്വൽ ടു F by I S2 പ്ലസ് FD. D2 വാല്യൂ ബിയിലേക്കുള്ള D2 ഡിസ്റ്റൻസും ബിയിലെടുത്ത സ്റ്റാഫ് ഇൻ്റർസെപ്റ്റും രണ്ടും സെക്കൻഡ് ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ഇക്വേഷൻസ് കിട്ടും. അതുപോലെ D3 ഈസ് ഈക്വൽ ടു F by I S3 പ്ലസ് FD. അങ്ങനെ നമുക്ക് നമ്പർ ഓഫ് ഇക്വേഷൻ കിട്ടും. ഇത് ലീനിയർ ഇക്വേഷനാണ്. സോ 2 ലീനിയർ ഇക്വേഷൻ കിട്ടി, 2 അൺനോൺ ആണ് നമുക്ക് കാണാനുള്ളത്. അൺനോൺ ആയ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റും എഡിറ്റീവ് കോൺസ്റ്റൻറ്റും സിമ്പിളായി നമുക്കത് പെയർ ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാം. ദെൻ ഫൈൻഡ് ദി മീൻ വാല്യൂ ഓഫ് ദി എബോ ഈസ് ഗിവിങ് ദി റിക്വയർഡ് വാല്യൂ. നമ്പർ ഓഫ് ഇക്വേഷൻ ഉണ്ട്. D1, D2 സോൾവ് ചെയ്തിട്ട് F by Iയും F പ്ലസ് Dയും കണ്ടുപിടിക്കുക. അതുപോലെ D3, D4 അങ്ങനെ ഡിഫറെൻറ്റ് പോയിന്റ് വീണ്ടും കണ്ടുപിടിക്കുക. അതിൻ്റെ മീൻ വാല്യൂ ആയാണ് F by I പ്ലസ് F പ്ലസ് D എടുക്കുന്നത്. സ്റ്റേഡിയ ടാക്യോമെട്രിയുടെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദി ലെവലിംഗ് സ്റ്റാഫ് ഈസ് ഹെൽഡ് വെർട്ടിക്കൽ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 100 meter and 300 meter from the axis of the tachyometer, and the staff intercept for the horizontal side are 0.99 meter and 3 meter respectively. Find the constant of a instrument. ചോദിച്ചിരിക്കുന്നത് നമുക്ക് 2 പോയിൻ്റാണുള്ളത്. കൺസിഡർ ചെയ്യുക എ ആൻഡ് ബി ആണെങ്കിൽ ആ എയിലേക്കുള്ള ഡിസ്റ്റൻസ് 100 മീറ്ററും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് 300 മീറ്ററുമാണ്. അതേ പോയിന്റിൽ വെച്ചിരിക്കുന്ന സ്റ്റാഫ് റീഡിങ്ങിനാണ്, സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ് 0.99 മീറ്ററും 3 മീറ്ററും. സ്റ്റേഡിയ കോൺസ്റ്റൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ടാക്യോമെട്രിക് കോൺസ്റ്റൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഫണ്ടമെൻ്റൽ ഇക്വേഷൻ വി ഹാവ് D ഈക്വൽ ടു F by I S പ്ലസ് F പ്ലസ് D ആണ്. D ഈക്വൽ ടു F by I S പ്ലസ് F പ്ലസ് D ആണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. നമുക്ക് 2 ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 100 മീറ്റർ, 100 മീറ്റർ എടുക്കുന്ന സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ് 0.99 മീറ്റർ. അത് ഫസ്റ്റ് ഇക്വേഷൻ പരിഗണിച്ചാൽ D1 ഈക്വൽ ടു 100 മീറ്റർ, S1 ഈക്വൽ ടു 0.99 മീറ്റർ, അതുപോലെ D2 ഈക്വൽ ടു 300 മീറ്റർ, S2 ഈക്വൽ ടു 3 മീറ്റർ. ഈ രണ്ട് വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ D ഈക്വൽ ടു F by I S പ്ലസ് F പ്ലസ് D എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത D1 ഈസ് ഈക്വൽ ടു F by I S1 പ്ലസ് F പ്ലസ് D കിട്ടും. അതിൽ D1 100 ഇട്ട് കൊടുത്താൽ 100 ഈക്വൽ ടു F by I ഇൻറ്റു 0.99 പ്ലസ് F പ്ലസ് D കിട്ടും. അത് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ D2 ഈസ് ഈക്വൽ ടു F by I S2 പ്ലസ് F പ്ലസ് D. D2 300 ആണ്. 300 ഈക്വൽ ടു F by I ഇൻറ്റു 3 പ്ലസ് F പ്ലസ് D. ഇത് ലീനിയർ ഇക്വേഷനാണ്. ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് വാല്യൂ ഓഫ് F by Iയും F പ്ലസ് Dയും കണ്ടുപിടിക്കാം. സോ 2 ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ 100 ഈക്വൽ ടു F by I ഇൻറ്റു 0.99 പ്ലസ് F പ്ലസ് D ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ 300 ഈക്വൽ ടു F by I ഇൻറ്റു 3 പ്ലസ് F പ്ലസ് D. ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഇക്വേഷൻ സെക്കൻഡിൽ നിന്ന് ഇക്വേഷൻ ഫസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 200 മീറ്റർ ഈക്വൽ ടു 2.01 ഓഫ് F by I. അതിൽ നിന്ന് F by I ഈക്വൽ ടു 200 ഡിവൈഡ് ബൈ 2.01 എന്ന് കണ്ടുപിടിക്കാം.
that's equal to 99.50 meter. ഇപ്പോൾ എഫ് ബൈ ഐ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻ്റ് ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദി വാല്യൂ ഓഫ് എഫ് ബൈ ഐ ഈക്വൽ ടു 99.50 in the second equation, we get 300 equal to 99.5 into 3 plus f plus d. സോ സോൾവ് ചെയ്താൽ എഫ് പ്ലസ് ഡി ഈക്വൽ ടു 1.50 കിട്ടും. അപ്പോൾ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് എഫ് ബൈ ഐ ഈക്വൽ ടു 99.5ഉം എഡിറ്റീവ് കോൺസ്റ്റൻറ്റ് എഫ് പ്ലസ് ഡി ഈക്വൽ ടു 1.5ഉം കിട്ടി. സോ ഇറ്റ്സ് വെരി സിമ്പിൾ ലീനിയർ ഇക്വേഷനാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. രണ്ട് ഡിസ്റ്റൻസും രണ്ട് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റും കണ്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റേഡിയ കോൺസ്റ്റൻറ്റ് ഫീൽഡ് മെഷർമെൻറ്റ് പ്രകാരം ചെയ്ത് കണ്ടുപിടിക്കുന്നത്. സ്റ്റേഡിയ ടാക്യോമെട്രി രണ്ട് മെത്തേഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഫിക്സഡ് ഹെയർ മെത്തേഡ്, അതാണ് ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് മൂവബിൾ ഹെയർ മെത്തേഡ്. സോ ഫിക്സഡ് ഹെയർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി സ്റ്റേഡിയ ഹെയർ ഈസ് ഫിക്സഡ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെത്തേഡ് ഇൻ ടാക്യോമെട്രി. ഈ മെത്തേഡിൽ അപ്പർ ഹെയർ റീഡിങ്ങും ലോവർ ഹെയർ റീഡിങ്ങും രണ്ടും ഫിക്സഡ് ആയിരിക്കും, ഒരു സെർട്ടൈൻ ഡിസ്റ്റൻസ് ആയിരിക്കും. സോ അതിനെയാണ് ഫിക്സഡ് ഹെയർ മെത്തേഡ് എന്ന് പറയുന്നത്. സോ അത് കോമൺ ആയി യൂസ് ചെയ്യുന്ന ടാക്യോമെട്രിയുടെ ഒരു മെത്തേഡാണ്. By looking through the telescope, a certain portion of a staff is intercepted by the upper and lower hair, giving the staff intercept. The value of the staff intercept is vary with the distance. The distance between the station and staff can be obtained by the equation d equal to f by I s plus f plus d. നമുക്ക് നേരത്തെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ഇവിടെ ഫിക്സഡ് ആയിരിക്കുമെന്നാണ് ഫിക്സഡ് ഹെയർ മെത്തേഡിൻ്റെ പ്രത്യേകത. അപ്പർ ഹെയർ റീഡിങ്ങും ലോവർ ഹെയർ റീഡിങ്ങും സ്റ്റാഫിലൂടെ നോക്കി, അതായത് ടെലിസ്കോപ്പിലൂടെ നോക്കി നമ്മൾ കണ്ടുപിടിക്കുക. ആ രണ്ട് റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അതിൻ്റെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എസ് എന്ന് പറയുന്നത്. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നതിന് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റും വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ബൈ യൂസിങ് ദി ഇക്വേഷൻ ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇൻഡയറക്റ്റ് കിട്ടും. എഫ് ബൈ ഐ വാല്യൂം എഫ് പ്ലസ് ഡി വാല്യൂം ഒരു ഇൻസ്ട്രുമെൻറ്റിനെ അറിയാവുന്നതാണ്. നേരത്തെ പറഞ്ഞു അനലിറ്റിക്കൽ ലെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് 100 ആയും റിലേറ്റീവ് കോൺസ്റ്റൻറ്റ് 0 ആയും കണ്ടുപിടിക്കാം. ഇനി അതല്ല മറ്റേതെങ്കിലും ലെൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എഫ് പ്ലസ് ഐ, അതായത് സ്റ്റേഡിയ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് നമ്മൾ രണ്ട് മെത്തേഡ് പറഞ്ഞു, ലാബ് മെഷർമെൻറ്റ് പ്രകാരവും ഫീൽഡ് മെഷർമെൻറ്റ് പ്രകാരം കണ്ടുപിടിക്കാം. സോ ആ ഇക്വേഷൻ സിമ്പിളാണ്, ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി. There are two cases under this method. First, when the line of sight is horizontal and staff is held vertical. Second, when the line of sight is inclined and staff is held vertical. രണ്ട് തരത്തിലുള്ള കേസാണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്, ഫിക്സഡ് ഹെയർ മെത്തേഡിൻ്റെ അണ്ടറിൽ വരുന്നത്. ഒന്നാമത്തെ മെത്തേഡ് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണലാണ്, അതുപോലെ തന്നെ സ്റ്റാഫ് വെർട്ടിക്കലായിട്ടാണ് ഹെൽഡ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് കേസ്. സെക്കൻഡ് കേസ്, വെൻ ദ ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഇൻക്ലൈൻഡ്. നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, ഇൻക്ലൈൻഡ് ആയിട്ട് അതായത് ഒരു സ്റ്റാഫ് വെക്കുന്നത് ഒരു ഹില്ലി ഏരിയയിലാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ടെലിസ്കോപ്പ് നമ്മൾ റൈസ് ചെയ്യണം അതിനെ സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ബട്ട് സ്റ്റാഫ് ഈസ് ഹെൽഡ് വെർട്ടിക്കൽ. രണ്ട് കേസാണ് ഇതിൻ്റെ അണ്ടറിലുള്ളത്. ഫിക്സഡ് ഹെയർ മെത്തേഡിൻ്റെ ഫസ്റ്റ് കേസാണ് വെൻ ദി ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഹൊറിസോണ്ടൽ ആൻഡ് സ്റ്റാഫ് ഈസ് ഹെൽഡ് വെർട്ടിക്കൽ. ഫിഗർ പ്രകാരം നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിരിക്കുന്നത് ഒ എന്ന സ്റ്റേഷൻ പോയിന്റിലാണ്. പി എന്ന പോയിന്റിലാണ് നമ്മൾ സ്റ്റേഡിയ റോഡ് വെച്ചിരിക്കുന്നത്. പി എന്ന പോയിന്റിൻ്റെ റെഡ്യൂസർ ലെവൽ കണ്ടുപിടിക്കുക എന്നതാണ് അൾട്ടിമേറ്റ് നമ്മുടെ ടോട്ടൽ എക്സ്പെരിമെൻ്റ് എയിം. സോ ഒ എന്ന സ്റ്റേഷനിൽ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ഫിക്സ് ചെയ്ത് ടെമ്പററി അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്റ്റാഫ് ബെഞ്ച് മാർക്കിൽ വെക്കുക. ബെഞ്ച് മാർക്കിൽ വെച്ചൊരു ബാക്ക് സൈറ്റ് എടുക്കുക, ബി എസ് റീഡിങ്. അത് നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കണ്ടുപിടിക്കുന്നതിനാണ്. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കാണുന്നതിന് ഇക്വേഷൻ നമുക്കറിയാം, റെഡ്യൂസർ ലെവൽ ഓഫ് ദി ബെഞ്ച് മാർക്ക് പ്ലസ് ബി എസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് കിട്ടും. അതുപോലെ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പിയിൽ വെച്ചിരിക്കുന്ന സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്, അതായത് അപ്പർ ഹെയർ റീഡിങ്ങും ലോവർ ഹെയർ റീഡിങ്ങും കണ്ടുപിടിക്കുക, അതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക, അതാണ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡി എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി ആണ്. അതിൽ എഫ് ബൈ ഐ ഇവിടെ അനലിറ്റിക്കൽ ലെൻസാണ് ഉപയോഗിക്കുന്നത്. സോ എഫ് ബൈ ഐ ഈക്വൽ ടു 100ഉം എഫ് പ്ലസ് ഡി ഈക്വൽ ടു 0 ആയിട്ട് കൺസിഡർ ചെയ്യുക. 0 ആണ്. സോ ആ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഡി ഈക്വൽ ടു എഫ് ബൈ ഐ, എസിൻ്റെ വാല്യൂ അറിയാം, എഫ് ബൈ ഐൻ്റെ വാല്യൂ അറിയാം 100 പ്ലസ് എഫ് പ്ലസ് ഡീൻ്റെ വാല്യൂ 0 ആണ്. പിന്നെ ഡി എന്നുള്ള പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ്, അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ഒ ടു പി നമുക്ക് ഇൻഡയറക്റ്റ് കണ്ടുപിടിക്കാം. സോ റെഡ്യൂസർ ലെവൽ ഓഫ് പി കാണാൻ വേണ്ടി ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് ക്യാപിറ്റൽ എച്ച് സെൻട്രൽ ഹെയർ റീഡിങ് മൈനസ് ചെയ്താൽ മതി.
ഫിക്സഡ് ഹെയർ മെത്തേഡിലെ സെക്കൻഡ് കേസാണ് when the line of sight is inclined and staff is held vertical. ഫിഗർ കൊടുത്തിരിക്കുന്നത് ടി ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനും പി സ്റ്റാഫ് സ്റ്റേഷൻ പോയിൻറ്റുമാണ്. ലൈൻ ഓഫ് ആക്സിസ് ഹൊറിസോണ്ടൽ ലൈൻ ഓഫ് സൈറ്റ് ആണ്. അതിൽ നിന്ന് തീറ്റ ആംഗിൾ ഓഫ് എലിവേഷൻ ടെലിസ്കോപ്പ് ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ലൈൻ ഓഫ് സൈറ്റ് ഈസ് ഇൻക്ലൈൻഡ് എന്ന് വന്നത്. രണ്ട് സ്റ്റേഡിയ ഹെയർ തമ്മിലുള്ള ആംഗിൾ, സെൻട്രൽ ആംഗിളിൽ നിന്നുള്ള ആംഗുലാർ ഡിഫറൻസ് ആൽഫ എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഡി ആണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. സോ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻസ് നോക്കാം. ടി ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ, ടി ഡാഷ് ആക്സിസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്, പി സ്റ്റാഫ് സ്റ്റേഷൻ, എസ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്, എച്ച് സെൻറ്റർ ഹെയർ റീഡിങ്, എച്ച് ആണ് സെൻറ്റർ ഹെയർ റീഡിങ് വരുന്നത്, ഡി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, എൽ ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ്, തീറ്റ ആംഗിൾ ഓഫ് എലിവേഷൻ. സോ ഈ ഫിഗറിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത് ഡിസ്റ്റൻസ്, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി കാണാനുള്ള ഇക്വേഷനും പി എന്ന സ്റ്റേഷൻ പോയിൻറ്റിൻ്റെ റെഡ്യൂസ് ലെവൽ കാണാനുള്ള ഇക്വേഷനാണ്. സോ ഈ ഫിഗർ പ്രകാരം ട്രയാങ്കിൾ പി ഡാഷ് ടി ഡാഷ് ബി പരിഗണിച്ച് കഴിഞ്ഞാൽ ഡി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഈക്വൽ ടു എൽ കോസ് തീറ്റ. എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ് ആണ്. ആ ഇൻക്ലൈൻഡ് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയുള്ള സ്റ്റേഡിയ ഇക്വേഷനാണ് എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി. ഇവിടെ എസ് എന്ന വാല്യൂ ഇൻക്ലൈൻഡ് ആയതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് എ ഡാഷ് സി ഡാഷ് ആണ്. എ ഡാഷ് സി ഡാഷ് ആണ് ഒറിജിനൽ ലഭിക്കേണ്ടിയിരിക്കുന്നത്. അത് എ സിക്ക് പെർപെൻഡിക്കുലർ ആണ്. പക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആക്ച്വലി എ സി എന്നുള്ള വാല്യൂ ആണ്. എ ഡാഷ് സി ഡാഷിന് പകരം എ സി എന്ന സ്റ്റാഫ് ഇൻ്റർസെപ്റ്റാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സോ എ ഡാഷ് സി ഡാഷിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം, എ സിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് ഹെയർ ആൻഡ് ബോട്ടം ഹെയർ റീഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. ദെൻ എൽ ഈസ് ഈക്വൽ ടു എഫ് ബൈ ഐ എ ഡാഷ് സി ഡാഷ് പ്ലസ് എഫ് ഡി. നമുക്ക് നേരത്തെ ഡി എന്താണെന്ന് അറിയാം. ഡി ഈക്വൽ ടു എൽ കോസ് തീറ്റ. സോ എൽ എന്ന ഇക്വേഷനിൽ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ നമുക്ക് ഡി കിട്ടും. സോ ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എ ഡാഷ് സി ഡാഷ് കോസ് തീറ്റ പ്ലസ് എഫ് പ്ലസ് ഡി കോസ് തീറ്റ. എ ഡാഷ് സി ഡാഷ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ചെറിയ ട്രയാങ്കിൾ തീറ്റ ആംഗിളുള്ള ബി സി സി ഡാഷ് അതുപോലെ എ ബി എ ഡാഷ് എന്നുള്ള ട്രയാങ്കിൾ പരിഗണിച്ച് കഴിഞ്ഞാൽ എ ഡാഷ് സി ഡാഷ് ഇസ് ഈക്വൽ ടു എ സി കോസ് തീറ്റ എന്ന് കിട്ടും. സോ ആ വാല്യൂ എ ഡാഷ് സി ഡാഷ് എന്നുള്ള വാല്യൂ എ സി കോസ് തീറ്റയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ സി എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ്. സോ എ ഡാഷ് സി ഡാഷ് ഇസ് ഈക്വൽ ടു എസ് കോസ് തീറ്റ എന്ന് കിട്ടും. ഈ വാല്യൂ ഡി എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമുക്കൊന്നുകൂടി ക്ലിയറായി നോക്കാം. ഡി ഈക്വൽ എൽ കോസ് തീറ്റ, അതായത് എൽ ഇൻക്ലൈൻഡ് ലെങ്ത് ആണ്, ഡി ഹൊറിസോണ്ടൽ ലെങ്ത് ആണ്. സോ വലിയ ഫിഗർ, അതായത് പി ഡാഷ് ടി ഡാഷ് ബി എന്ന ട്രയാങ്കിൾ പരിഗണിക്കുന്ന സമയത്ത് തീറ്റ ആംഗിൾ ഓഫ് എലിവേഷനും ഡി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസുമാണ്. എൽ ഇൻക്ലൈൻഡ് ലെങ്ത്, എൽ ആണ് ഹൈപ്പോട്ന്യൂസ് ആയി വരുന്നത്. ഈ ട്രയാങ്കിൾ, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പരിഗണിച്ചാൽ പി ഡാഷ് ടി ഡാഷ് ബി പരിഗണിച്ചാൽ ഡി ഈസ് ഈക്വൽ ടു എൽ കോസ് തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. ആ എൽ കോസ് തീറ്റ എന്നുള്ള വാല്യൂ ടോട്ടൽ എല്ലിൻ്റെ ഇക്വേഷൻ എഫ് ബൈ ഐ എ ഡാഷ് സി ഡാഷ് പ്ലസ് എഫ് പ്ലസ് ഡി ആണ്. അതിൽ എൽ കോസ് തീറ്റ ഡി കിട്ടാൻ വേണ്ടി ആ വാല്യൂവിനെ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എഫ് ബൈ ഐ എ ഡാഷ് സി ഡാഷ് കോസ് തീറ്റ പ്ലസ് എഫ് പ്ലസ് ഡി കോസ് തീറ്റ. അതിൽ എ ഡാഷ് സി ഡാഷ് എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റാഫ് പെർപെൻഡിക്കുലർ ഓർ വെർട്ടിക്കലായി വെക്കുന്ന സമയത്ത് എ സി എന്നുള്ള വാല്യൂ ആണ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് കിട്ടിയത്. എ ഡാഷ് സി ഡാഷ് എന്നുള്ളത് ട്രയാങ്കുലർ പരിഗണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എ സി കോസ് തീറ്റ എന്നതാക്കാം. എ സി എന്ന് പറയുന്നത് ഇവിടെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ്. സോ substituting the value a dash c dash in the equation 1 we get equation 1 ആയി കൊടുത്തിരിക്കുന്നത് d equal to f by I a dash c dash cos theta plus f plus d cos theta ആണ്. ഈ വാല്യൂവിൽ a dash c dash എന്നുള്ളത് s cos theta എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ d equal to f by I a c cos theta into cos theta plus f plus d cos theta ആണ്. അതിൽ a c എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് s ആണ്. അത് മാറ്റി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ d equal to f by I s cos square theta plus f plus d cos theta ആണ്. സോ ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡും സ്റ്റാഫ് വെർട്ടിക്കലുമാണെങ്കിൽ ഡി ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി കാണാനുള്ള ഫണ്ടമെൻ്റൽ ഇക്വേഷൻ സ്റ്റേഡിയ മെത്തേഡിൽ ഫിക്സഡ് ഹെയർ മെത്തേഡിലെ സെക്കൻഡ് കേസിൻ്റെ ഇക്വേഷൻ എഫ് ബൈ ഐ എസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എഫ് പ്ലസ് ഡി കോസ് തീറ്റയാണ്. നമുക്ക് കിട്ടുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വി ക്യാപിറ്റൽ വി കണ്ടാൽ മാത്രമേ നമുക്ക് പി എന്ന പോയിൻറ്റിൻ്റെ
റെഡ്യൂസ്ഡ് ബിയറിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ എഗെയിൻ നമ്മൾ വലിയ ട്രയാങ്കിൾ പി ഡാഷ് ടി ഡാഷ് ബി കൺസിഡർ ചെയ്യുമ്പോൾ വി ക്യാപിറ്റൽ വി എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ സൈഡാണ്. ആ വി ഈസ് ഈക്വൽ ടു എൽ സൈൻ തീറ്റ. എല്ലിൻ്റെ വാല്യൂ നമുക്കറിയാം എഫ് ബൈ ഐ എസ് കോസ് തീറ്റ പ്ലസ് എഫ് പ്ലസ് ഡി ആണ്. അതിനോട് സൈൻ തീറ്റ മൈനസ് ചെയ്യുക, സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. സോ വി ഈസ് ഈക്വൽ ടു എഫ് ബൈ ഐ എസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് എഫ് പ്ലസ് ഡി കോസ് തീറ്റയാണ്. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റേനെ സൈൻ 2 തീറ്റ ബൈ 2 എന്ന് ഡിനോട്ട് ചെയ്യാം. സോ അൾട്ടിമേറ്റ്ലി വി വെർട്ടിക്കൽ സൈഡ് വി എന്ന ഡിസ്റ്റൻസ് ഈക്വൽ ടു എഫ് ബൈ ഐ എസ് സൈൻ 2 തീറ്റ ഡിവൈഡ് ബൈ 2 പ്ലസ് എഫ് പ്ലസ് ഡി സൈൻ തീറ്റ എന്ന് വരും. Total then RL of the staff station P equal to reduced level of the axis of the instrument plus V minus H. അതായത് എച്ച് സെൻറ്റർ ഹെയർ റീഡിംഗ് ആണ് എച്ച് എന്ന് പറയുന്നത്. വി നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ഇക്വേഷൻ എഫ് ബൈ ഐ എസ് സൈൻ 2 തീറ്റ ബൈ 2 പ്ലസ് എഫ് പ്ലസ് ഡി സൈൻ തീറ്റ എന്നുള്ള വാല്യൂ ആണ്. RL ഓഫ് ദി ആക്സിസ് മീൻസ് നമ്മൾ ഒരു ബെഞ്ച് മാർക്കിലേക്ക് ബാക്ക് സൈഡ് എടുക്കും. സോ എച്ച് ഐ ആണ് ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് ആണ് RL ഓഫ് ദി ആക്സിസ് ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. എച്ച് ഐ ഈസ് ഈക്വൽ ടു ബാക്ക് സൈഡ് പ്ലസ് ബെഞ്ച് മാർക്കാണെന്ന് നമുക്കറിയാം. സോ അൾട്ടിമേറ്റ്ലി ബാക്ക് സൈഡ് പ്ലസ് ബെഞ്ച് മാർക്ക് പ്ലസ് വെർട്ടിക്കൽ ഹൈറ്റ് വി മൈനസ് സെൻറ്റർ ഹെയർ റീഡിംഗ് ആയിരിക്കും റെഡ്യൂസ് ലെവൽ ഓഫ് ദി സ്റ്റാഫ് സ്റ്റേഷൻ പോയിൻറ്റ് പി എന്ന് പറയുന്നത്. അതുപോലെ നമ്മളിവിടെ എ സി എന്നുള്ളത് എ ഡാഷ് സി ഡാഷ് ഈസ് ഈക്വൽ ടു എ സി കോസ് തീറ്റ എന്ന് എടുക്കാനുള്ള കാരണം ട്രയാങ്കിൾ എ സി ഡാഷ് സി പരിഗണിക്കുന്ന സമയത്ത് എ ഡാഷ് ബി എന്ന് പറഞ്ഞ ആംഗിൾ 90 ഡിഗ്രി പ്ലസ് ആൽഫയും ആംഗിൾ ബി സി ഡാഷ് സി ഇസ് ഈക്വൽ ടു 90 മൈനസ് ആൽഫയുമാണ്. ഇത് സിമിലർ ടു 90 ഡിഗ്രി തന്നെയാണ്, കാരണം ആംഗുലർ ഡിഫറൻസ് വളരെയധികം ചെറുതാണ് സ്റ്റാഫ് ഹെയർ തമ്മിലുള്ള. സോ ആൽഫാൻ്റെ വാല്യൂ വളരെ സ്മോൾ ആയതുകൊണ്ട് ആംഗിൾ എ ഡാഷ് ബിനെ 90 ഡിഗ്രിയായും ആംഗിൾ ബി ഡാഷ് സിയെ 90 ഡിഗ്രി ആയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എ ഡാഷ് സി എന്നുള്ളത് എ സി കോസ് തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. എ സി സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ആണ്. സോ രണ്ട് ഇക്വേഷനാണ് ഈ കേസിൽ വരുന്നത്. അതായത് ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എഫ് പ്ലസ് ഡി കോസ് തീറ്റയും വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വി കാണാനുള്ള ഇക്വേഷൻ എഫ് ബൈ ഐ എസ് സൈൻ 2 തീറ്റ ബൈ 2 പ്ലസ് എഫ് പ്ലസ് ഡി സൈൻ തീറ്റയുമാണ്. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഏതൊരു ക്വസ്റ്റ്യൻ്റെയും ആൻസർ കണ്ടുപിടിക്കുന്നത് റെഡ്യൂസ് ലെവൽ ഓഫ് ദി സ്റ്റാഫ് സ്റ്റേഷൻ പോയിൻ്റ് ആണ്. അതിൻ്റെ ഇക്വേഷൻ RL ഓഫ് ദി ആക്സിസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് പ്ലസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വി മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഹെയർ റീഡിംഗ് ആണ്. സെൻട്രൽ ഹെയറിലേക്ക് നമ്മൾ 3 ഹെയർ എടുക്കുന്നുണ്ട്, ടോപ്പ് ഹെയർ, ബോട്ടം ഹെയർ ആൻഡ് സെൻട്രൽ ഹെയർ. അല്ലെ സെൻട്രലിലേക്കുള്ള റീഡിങ്ങിനാണ് സ്മോൾ എച്ച് എന്ന് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ടോട്ടൽ ഇക്വേഷൻ RL ഓഫ് ദി സ്റ്റാഫ് സ്റ്റേഷൻ P ഈസ് ഈക്വൽ ടു RL ഓഫ് ദി ആക്സിസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് പ്ലസ് വി മൈനസ് എച്ച് എന്നായിരിക്കും. ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ മൾട്ടിപ്ലൈയിങ് ആൻഡ് അഡിറ്റീവ് കോൺസ്റ്റന്റ് ഓഫ് എ ടാക്യോമീറ്റർ ആർ 100 and 0.5 respectively. Find the distance of a station from the instrument and its elevation if the bottom, middle and top reading are 0.750, 1.500 and 2.250 respectively. When the collimation line is horizontal, the height of instrument is 100. അപ്പോൾ ഗിവൺ ഡാറ്റകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമുക്ക് അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിസ്റ്റൻസ് ഫ്രം ദി സ്റ്റേഷൻ ഡിസ്റ്റൻസ് ഓഫ് എ സ്റ്റേഷൻ ഫ്രം ദി ഇൻസ്ട്രുമെൻറ്റിൽ നിന്ന് നമ്മൾ സ്റ്റാഫ് സ്റ്റേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അതുപോലെ എലിവേഷൻ എന്ന് പറയുമ്പോൾ RL ഓഫ് ദി സ്റ്റാഫ് സ്റ്റേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഗിവൺ ആയിട്ടുള്ള ഡാറ്റയാണ് ബോട്ടം, മിഡിൽ ആൻഡ് ടോപ്പ് ഹെയർ റീഡിംഗ്. Bottom hair reading 0.750, middle hair reading 1.50 and top hair reading 2.250 ആണ്. നമുക്കറിയാം സ്റ്റേഡിയ ഹെയർ മെത്തേഡ്, ഫിക്സഡ് ഹെയർ മെത്തേഡിൽ ടോപ്പ് ഹെയർ റീഡിങ്ങും ബോട്ടം ഹെയർ റീഡിങ്ങും തമ്മിൽ മൈനസ് ചെയ്ത സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എസ് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ കേസ് ഏതാണെന്ന് നോക്കിയാൽ ഫിക്സഡ് ഹെയർ മെത്തേഡിൻ്റെ തന്നെ ഫസ്റ്റ് കേസാണ്. കൊളിമേഷൻ ലൈൻ ഈസ് ഹൊറിസോണ്ടൽ എന്നാണ്. അതുപോലെ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് 100 ഗിവൺ ആണ്. സോ ഗിവൺ ഡാറ്റകൾ എന്തെല്ലാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഫ് ബൈ ഐ ഈസ് ഈക്വൽ ടു 100, എഫ് പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 0.5. അതുപോലെ 3 ഹെയർ റീഡിങ്സ് തന്നിട്ടുണ്ട്. അതിൽ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് കാണാൻ ടോപ്പ് ഹെയർ റീഡിംഗ് മൈനസ് ബോട്ടം ഹെയർ റീഡിംഗ്, അതായത് 2.250 മൈനസ് 0.750, ആൻസർ 1.5. നമുക്കറിയാം ഫസ്റ്റ് കേസ് ആയതുകൊണ്ട് തന്നെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി കാണാനുള്ള ഇക്വേഷൻ എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി ആണ്. ആ വാല്യൂസൊക്കെ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് ഡി ഈക്വൽ ടു 100 ഇൻറ്റു 1.5 പ്ലസ് 0.5, ആൻസർ 150.50. ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ഈക്വൽ ടു 100 ഗിവൺ ആണ്.
സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ 1.5, അതായത് ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനിലെ സെൻട്രൽ ഹെയർ റീഡിംഗ് 1.5 മീറ്ററാണ്. അതാണ് സ്റ്റാഫ് റീഡിംഗ് ടേക്കൺ ഓൺ ദി ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷനായി എടുക്കുന്നത് 1.5. റെഡ്യൂസർ ലെവൽ ഓഫ് ദി സ്റ്റാഫ് സ്റ്റേഷൻ ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് മൈനസ് സെൻട്രൽ ഹെയർ റീഡിംഗ്, അതായത് 100 മൈനസ് 1.5, ആൻസർ 98.50. സോ നമുക്ക് കണ്ടുപിടിക്കുന്ന രണ്ട് ഡാറ്റകൾ നമ്മൾ കണ്ടുപിടിച്ചു. ഹൊറിസോണൽ ഡിസ്റ്റൻസ് ഡയറക്റ്റ് ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് പ്ലസ് എഫ് പ്ലസ് ഡി എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അവിടെ അൺനോൺ ആയിട്ടുള്ള വാല്യൂ എഫ് ബൈ ഐ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റും അതുപോലെ എഫ് പ്ലസ് ഡി അഡിക്റ്റീവ് കോൺസ്റ്റൻ്റ് ആണ്, അത് ഗിവൺ ആണ്. പിന്നെ കണ്ടുപിടിക്കേണ്ടത് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എസ് ആയിരുന്നു. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എസ് കാണാൻ ടോപ്പ് ഹെയർ റീഡിങ്ങും ബോട്ടം ഹെയർ റീഡിങ്ങും മൈനസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ടോപ്പ് ഹെയർ റീഡിങ്ങും ഉണ്ട് 2.50, അത് 2.250, അതുപോലെ തന്നെ ബോട്ടം ഹെയർ റീഡിംഗ് 0.750, അത് തമ്മിൽ മൈനസ് ചെയ്ത സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് കിട്ടും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഡി വാല്യൂ കിട്ടും. പിന്നെ നമുക്ക് കാണേണ്ടത് RL ഓഫ് ദി സ്റ്റാഫ് സ്റ്റേഷനാണ്. അതിൻ്റെ ഡയറക്റ്റ് ഇക്വേഷൻ അറിയാം, HI മൈനസ് സെൻട്രൽ ഹെയർ റീഡിംഗ് ആണ്. HI 100 ഗിവൺ ആണ്. 100 മൈനസ് സെൻട്രൽ ഹെയർ റീഡിംഗ് 1.5, നമുക്ക് കിട്ടുന്ന ആൻസർ 98.50. മറ്റൊരു ന്യൂമറിക്കൽ പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. The instrument is set up at station A and the staff is held vertical at a point B. When the telescope is inclined at an angle of depression 10 degree to the horizontal, the reading in the staff are 2.670, 1.835, 1 meter. Calculate the reducer level of B and the horizontal distance from A. Staff reading taken on a benchmark of RL 100 meter is 1.250. The additive and multiple constant of the instrument are 1.50 and 99.50 respectively. സോ ഗിവൺ ഡാറ്റകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് വെച്ചിരിക്കുന്ന പോയിന്റ് എ പോയിന്റും സ്റ്റാഫ് വെച്ചിരിക്കുന്ന പോയിന്റ് ബി പോയിന്റുമാണ്. പിന്നെ ടെലിസ്കോപ്പ് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് എൻ ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഓഫ് 10 ഡിഗ്രി ടു ദി ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന പോയിന്റ് ബി ഈസ് ലോവർ ദാൻ ദ സ്റ്റേഷൻ പോയിന്റ് എ ആണ്. ആംഗിൾ ഓഫ് ഡിപ്രഷൻ ഉണ്ടാണെങ്കിൽ കേസ് 2 ആണ്. ഫിക്സഡ് ഹെയർ മെത്തേഡിലെ സെക്കൻഡ് കേസ്. വെൻ ദ ലൈൻ ഓഫ് കൊളിമേഷൻ ഈസ് ഇൻക്ലൈൻഡ് ആൻഡ് സ്റ്റാഫ് ഈസ് ഹെൽഡ് വെർട്ടിക്കൽ എന്നുള്ള സെക്കൻഡ് കേസാണ്. സോ അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ റീഡ് ചെയ്തിട്ട് 3 ഹെയർ റീഡിംഗ് തന്നിട്ടുണ്ട്. ടോപ്പ് ഹെയർ റീഡിംഗ്, ബോട്ടം ഹെയർ റീഡിംഗ് ആൻഡ് മിഡിൽ ഹെയർ റീഡിംഗ് തന്നിട്ടുണ്ട്. വാല്യൂ അനുസരിച്ച് 2.670 എന്നത് ടോപ്പ് ഹെയർ റീഡിംഗ് ആണെന്നും 1 മീറ്റർ എന്നുള്ള ബോട്ടം ഹെയർ റീഡിംഗ് ആണെന്നും 1.835 എന്നുള്ള മിഡിൽ ഹെയർ റീഡിംഗ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. കാൽക്കുലേറ്റ് റെഡ്യൂസർ ലെവൽ ഓഫ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് എയും ബിയും തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും റെഡ്യൂസർ ലെവൽ ഓഫ് ബിയുമാണ്. സ്റ്റാഫ് സ്റ്റേഷൻ ബെഞ്ച് മാർക്കിലുള്ള റെഡ്യൂസർ ലെവൽ 100 ആണെന്നും അവിടെ എടുത്തിരിക്കുന്ന സ്റ്റാഫ് റീഡിംഗ് എന്നുള്ളത് 1.250 ആണെന്നും അറിയാം, ഗിവൺ ആണ്. അതുപോലെ തന്നെ എഡിറ്റീവ് ആൻഡ് മൾട്ടിപ്പിൾ കോൺസ്റ്റൻറ്റ് 1.50, 99.50 ആണ്. സോ ഗിവൺ ഡാറ്റകൾ എന്താണെന്ന് എഴുതാം. എഫ് ബൈ ഐ മൾട്ടിപ്പിൾ കോൺസ്റ്റൻറ്റ് 99.50 ഗിവൺ ആണ്. എഫ് പ്ലസ് ഡി 1.50 ഗിവൺ ആണ്. ബോട്ടം ഹെയർ റീഡിംഗ് 1 മീറ്റർ, മിഡിൽ ഹെയർ റീഡിംഗ് 1.835 മീറ്റർ, ടോപ്പ് ഹെയർ റീഡിംഗ് 2.670 മീറ്റർ, മൂന്നും അവൈലബിൾ ആണ്. സോ നമ്മൾ സ്റ്റാഫ് റീഡിംഗ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ഫസ്റ്റ് കണ്ടുപിടിക്കുക. സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടോപ്പ് ഹെയർ റീഡിംഗ് മൈനസ് ബോട്ടം ഹെയർ റീഡിംഗ് ആണ് ചെയ്യേണ്ടത്. 2.670 മൈനസ് 1 ഗിവൺ 1.670, അതാണ് സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് വരുന്നത്. തീറ്റ ഈസ് ഈക്വൽ ടു 10 ഡിഗ്രി, ആംഗിൾ ഓഫ് ഡിപ്രഷൻ തീറ്റ 10 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഡയറക്റ്റ് സെക്കൻഡ് കേസ് ആണുള്ളത് കൊണ്ട് അതിൻ്റെ ഡി കാണാനുള്ള ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എഫ് പ്ലസ് ഡി കോസ് തീറ്റ. ഗിവൺ ആയിട്ടുള്ള എല്ലാ വാല്യൂകളും മുകളിലുള്ള ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഡി ഈക്വൽ ടു മൾട്ടിപ്പിൾ കോൺസ്റ്റൻറ്റ് 99.50 ഇൻറ്റു 1.670 സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് ഇൻറ്റു കോസ് സ്ക്വയർ 10 ഡിഗ്രി പ്ലസ് 1.5 additive constant into cos 10 degree. So 99.50 into 1.670 into cos square 10 degree plus 1.5 into cos 10 degree. Multiple ചെയ്ത് കിട്ടുന്ന ആൻസർ ഈക്വൽ ടു 162.63 മീറ്റർ. ഹൊറിസോണൽ ഡിസ്റ്റൻസ് ഡി കണ്ടുപിടിച്ചതിന് ശേഷം പിന്നീട് കണ്ടുപിടിക്കുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വി ആണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് വി ഈക്വൽ ടു എഫ് ബൈ ഐ എസ് സൈൻ 2 തീറ്റ ബൈ 2 പ്ലസ് എഫ് പ്ലസ് ഡി സൈൻ തീറ്റയാണ്. എല്ലാ വാല്യൂം അവൈലബിൾ ആണ്. വി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 99.50 ഇൻറ്റു 1.67 ഇൻറ്റു സൈൻ 20 ഡിഗ്രി. സൈൻ 20 ഡിഗ്രി വരുന്നത് 2 തീറ്റ 2 ടൈംസ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആണ്, പ്ലസ് 0.5 ഇൻറ്റു സൈൻ 10, വാല്യൂ 28.67 മീറ്റർ.
reduced level of B equal to RL of the benchmark plus backside minus V minus H. അതിൽ RL of the benchmarkum backside ക്വസ്റ്റ്യനിൽ തന്നതാണ്. RL of the benchmark equal to 400 and backside benchmarkiലേക്ക് എടുക്കുന്ന backside staff reading 1.250. So 400 plus 1.250 minus 28.67 minus 1.835. V എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ്. 28.67 കണ്ടുപിടിച്ചതാണ്. ക്യാപിറ്റൽ H എന്ന് പറയുന്നത് സെൻട്രൽ ഹെയർ റീഡിംഗ് ആണ്. ആൻസർ 370.745. സോ എൻറ്റയർ ആയിട്ട് ടാക്യോമെട്രിയിലുള്ളതെന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പ്രോബ്ലമാണ് ഫിക്സഡ് ഹെയർ മെത്തേഡിലെ ഫസ്റ്റ് കേസ് ആൻഡ് സെക്കൻഡ് കേസ്. ഫസ്റ്റ് കേസ് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന രണ്ട് ഇക്വേഷൻ, ഒന്ന് ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഡി കാണാനുള്ള ഇക്വേഷനാണ്. ദാറ്റ്സ് ഈക്വൽ ടു F/I/S+F+D. അതുപോലെ റേഡിയസ് ലെവൽ ഓഫ് സ്റ്റാഫ് സ്റ്റേഷൻ പോയിന്റ് കാണാൻ വേണ്ടി ഹൈറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് മൈനസ് സെൻട്രൽ ഹെയർ റീഡിംഗ് ആയ സ്മോൾ h. ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആണെങ്കിൽ രണ്ട് ഇക്വേഷൻ, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ D ഈക്വൽ ടു F/I/S cos square theta plus F+D cos theta. വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ F/I/S sin 2 theta by 2 plus F+D sin theta. ദെൻ റെഡ്യൂസ് ലെവൽ ഓഫ് ദി സ്റ്റാഫ് സ്റ്റേഷൻ പോയിന്റ് കാണാൻ HI മൈനസ് V മൈനസ് H. അതിൽ H എന്ന് പറയുന്നത് സെൻട്രൽ ഹെയർ റീഡിംഗ് ആണ്. സോ സ്റ്റേഡിയ ടാക്യോമെട്രി, സ്റ്റേഡിയ ഹെയർ മെത്തേഡിലെ രണ്ടാമത്തെ മെത്തേഡാണ് മൂവബിൾ ഹെയർ മെത്തേഡ്. മൂവബിൾ ഹെയർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇൻ ദിസ് മെത്തേഡ് ദി സ്റ്റാഫ് ഹെയർ ആർ നോട്ട് ഫിക്സഡ്, ദേ ക്യാൻ ബി മൂവ്ഡ് ഓർ അഡ്ജസ്റ്റഡ് ബൈ മൈക്രോമീറ്റർ സ്ക്രൂ. സോ ഈ മൂവബിൾ ഹെയർ മെത്തേഡിൽ സ്റ്റാഫ് ഹെയർ ഫിക്സഡ് അല്ല, അതിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ മൂവ് ചെയ്യാം ബൈ യൂസിങ് മൈക്രോമീറ്റർ സ്ക്രൂ. മൈക്രോമീറ്റർ സ്ക്രൂ ഉപയോഗിച്ച് നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ദി സ്റ്റാഫ് ഈസ് പ്രൊവൈഡഡ് വിത്ത് 2 ടാർജറ്റ് ഓർ വെയിൻ ഈസ് a known distance apart. During observation, the distance between the stadia hair is adjusted that the upper hair bisect upper target, lower hair bisect lower target, and the variable stadia intercept is measured and the required distance is then calculated. This method is not commonly used. നമുക്ക് സ്റ്റാഫ് അതായത് സ്റ്റാഫ് എന്ന് പറയുന്നത് രണ്ട് ടാർജറ്റ് അല്ലെങ്കിൽ രണ്ട് വെയിൻ തന്നിട്ടുണ്ടാവും. അപ്പർ ടാർജറ്റും ലോവർ ടാർജറ്റും. അപ്പർ ഹെയർ ഉപയോഗിച്ച് അപ്പർ ടാർജറ്റിനെ ബൈസെക്റ്റ് ചെയ്യുക, ലോവർ ഹെയർ ഉപയോഗിച്ച് ലോവർ ടാർജറ്റിനെ ബൈസെക്റ്റ് ചെയ്യുക. ഇത് തമ്മിലുള്ള സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അറിയുന്ന പോയിന്റ് ആയിരിക്കും. നമ്മൾ ഫിക്സ് ചെയ്ത ടാർജറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. 1 മീറ്റർ അല്ലെങ്കിൽ 0.5 മീറ്റർ ഫിക്സ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് അറിയുന്നത് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇൻഡയറക്റ്റായി കണ്ടുപിടിക്കാം. ഇത് കോമൺലി യൂസ് ചെയ്യുന്ന മെത്തേഡ് അല്ല മൂവബിൾ ഹെയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ സ്റ്റേഡിയ ഹെയർ മെത്തേഡിൽ ഫിക്സഡ് ഹെയർ മെത്തേഡിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. ടാക്യോമെട്രിക് സർവേയുടെ പാർട്ട് 1 സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ടാക്യോമെട്രി, ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ ടാക്യോമെട്രി, പ്രിൻസിപ്പിൾസ് ഓഫ് ടാക്യോമെട്രി, മെത്തേഡ് ഓഫ് ടാക്യോമെട്രി. അതിൽ രണ്ട് മെത്തേഡ് ഉണ്ട്, സ്റ്റേഡിയ ഹെയർ മെത്തേഡ് ആൻഡ് മൂവബിൾ ഹെയർ മെത്തേഡ്. ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റേഡിയ കോൺസ്റ്റൻറ്റ് ബൈ യൂസിങ് 2 മെത്തേഡ്സ്, ലബോറട്ടറി മെഷർമെൻറ്റ് ആൻഡ് ഫീൽഡ് മെഷർമെൻറ്റ്. ദെൻ ദി ഫിക്സഡ് ഹെയർ മെത്തേഡിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് കേസസ്. First, when the line of sight is horizontal and staff is held vertical. Second, the line of sight is inclined and staff is held vertical. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മൂവബിൾ ഹെയർ മെത്തേഡ് അതുപോലെ സ്റ്റേഡിയ ഹെയർ മെത്തേഡിൽ രണ്ട് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് നമ്മൾ ടാൻജൻഷ്യൽ ഹെയർ മെത്തേഡ് അതുപോലെ സബ്സ്റ്റൻസ് ബാറിനെ കുറിച്ചും രണ്ട് പ്രോബ്ലം ഡിസ്കസ് ചെയ്യും. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.